പറയാം നേടാം എന്ന ഈ ഷോയിലെ ലാസ്റ്റ് സെഗ്മെന്റ് രാജമാണിക്യം. രാജമാണിക്യം. ഇതില് ഒരു ചോദ്യം, ക്ലൂ ഒന്നുമില്ല, 10 സെക്കൻഡ്. റെഡിയാണോ? റെഡിയാണ്. പക്ഷെ അതിനു മുമ്പ് എനിക്ക് അമ്പിളിയെടുത്ത് ഒരു ചോദ്യം ചോദിക്കണം. ജീവിതത്തിൽ ഏറ്റവും വിഷമം തോന്നിയ ഒരു നിമിഷം എപ്പോഴാണ്? മോള് സീരിയലിൽ പോയതാണോ? പിന്നെ വിഷമം കുറെ നമുക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്, നല്ല വിഷമമുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ ഞാൻ പറയാം, എനിക്ക് കുറെ ഓഫേഴ്സ് വന്നിട്ടുണ്ട്. അപ്പം ഒരു ചാനൽ, ഞാൻ ചാനലൊന്നും എടുത്ത് പറയണില്ല. അപ്പോൾ എനിക്ക് അവരെ ഇങ്ങനെ വിളിച്ച് 2-3 ദിവസം വിളിച്ച് ചാനലിൽ പിക്കൊക്കെ കൊടുത്തു, ഇന്നതാണ് ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞ് എല്ലാം പക്കയാക്കി വെച്ചു. അമൃത രാവിലെ വണ്ടി വരും, ഇന്നതാണ് കോസ്റ്റ്യൂം എന്നൊക്കെ. അപ്പം ഞാൻ ആ സമയത്ത് ഈ കോസ്റ്റ്യൂമിന് കുറേ പാടുപെടുന്നൊരു സമയമായിരുന്നു. എന്നോട് പറഞ്ഞു ഓക്കെ, ഞാൻ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചു, കുറേ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ അപ്പിയറൻസ് ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞു, എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് രാവിലെ നോക്കുമ്പോൾ വണ്ടി വരണില്ല. അപ്പം ഞാൻ ചോദിച്ചു എന്താ വണ്ടി വരാത്ത? അങ്ങനെ ഞാൻ കൺട്രോളിനെ വിളിച്ചു. അപ്പോൾ പറഞ്ഞു പുള്ളിക്കാരൻ ഫോൺ എടുക്കുന്നില്ല. 2-3 പ്രാവശ്യം പറഞ്ഞു. അപ്പോൾ വണ്ടി വരുന്ന ടൈം കഴിഞ്ഞു. ഒരു 11 മണിയാകുമ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, അമൃത അതിലൊരു പ്രശ്നമുണ്ട്, അമൃത അതിൽ മാറ്റി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്നാ ചേട്ടൻ അറ്റ്ലീസ്റ്റ് ഒന്ന് വിളിച്ച് പറയാമായിരുന്നു, ആ ഒരു മാനേഴ്സ് നിങ്ങൾ കാണിക്കണം. ഇതിന് അത് ഓക്കെ ആവുന്ന തലേ ദിവസം വരെ അമൃത അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞു പുള്ളിക്കാരൻ റെഗുലറായിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ വിളിച്ച് പറഞ്ഞു ചേട്ടാ ഓക്കെ ഫൈൻ, അത് കുഴപ്പമില്ല ചേട്ടൻ വിളിച്ച് പറയാമായിരുന്നു, കാരണം ഇത് വണ്ടി വരുന്നു വെയിറ്റ് ചെയ്തിരിക്കുകയാണോ, പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് പൈസ ചിലവാക്കി, അറ്റ്ലീസ്റ്റ് ഒന്ന് വിളിച്ച് പറയണമെന്ന് പറഞ്ഞു. സോറി അമൃത എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ കട്ട് ചെയ്തു. അത് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമുണ്ടാക്കി, കാരണം അതിനു വേണ്ടി ഞാൻ വേറൊരു പ്രോജക്റ്റ് വിടുകയും ചെയ്തു. അപ്പൊ അത് ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അപ്പൊ അന്ന് അവർ പറഞ്ഞ റീസൺ എന്ന് പറഞ്ഞാൽ അമൃത ഒരു ചെറിയ കുട്ടിയാണ്, കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ല, ഒരു 2 വർഷം മുന്നേ കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ല, അപ്പൊ ഞങ്ങളുടെ ക്യാരക്ടറിന് ആപ്റ്റ് അല്ല എന്ന് പറഞ്ഞിട്ട് അതിൽ ഏതൊക്കെയോ ആർട്ടിസ്റ്റുകൾ പറഞ്ഞിട്ടാണ് മാറ്റിയത്. ശരി, അത് ഞാൻ പിന്നീടാണ് അറിഞ്ഞത്. ഏത് ആർട്ടിസ്റ്റ് ആണെന്ന് പിന്നീട് അറിഞ്ഞു. അറിയാം, അറിയാം. അതൊന്നും അറിയില്ല, മോശം, അത് മോശമാണ്. എന്തായാലും 2-3 ആർട്ടിസ്റ്റുകൾ, അതിനകത്തെ മെയിൻ ആർട്ടിസ്റ്റുകൾ പറഞ്ഞു അതെ പറ്റില്ല എന്ന് പറഞ്ഞു. അതെ, അമൃത വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ആ വ്യക്തികള് ഇപ്പൊ കുടുംബങ്ങളൊക്കെ വന്നതിന് ശേഷം പലയിടത്തും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അയ്യോ അമൃത ഒരുപാട് മാറിപ്പോയി, ഞങ്ങൾ അന്ന് കണ്ട കുട്ടിയല്ലാന്ന് പറഞ്ഞിട്ട്. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി, കാരണം കുടുംബങ്ങളൊക്കെ അത്രയും എനിക്കൊരു മാറ്റം തന്നിട്ടുണ്ട് ലൈഫിൽ. എന്തായാലും ഇപ്പോഴത്തെ സീരിയലിലെ ശീതൾ ഇങ്ങനെ കത്തി നിൽക്കില്ലേ, അപ്പോൾ ചോദ്യം വിട്ടുപോണില്ല. 10 സെക്കൻഡാണ്. കുബേരൻ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ രചിച്ചിരിക്കുന്നത് ആരാണ്? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 10, 9, 8. ഗിരീഷ് പുത്തഞ്ചേരി. 5, 4. ഗിരീഷ് പുത്തഞ്ചേരി. ചിരിച്ചോളൂ, സമയം കഴിഞ്ഞു. അല്ല, ആൻസർ പറഞ്ഞു. ആൻസർ പറഞ്ഞ് ശരിയാവണമെന്നില്ലല്ലോ. ശ്രദ്ധിച്ചു കേട്ടായിരുന്നോ പാട്ടുകൾ? ഞാൻ ആക്ച്വലി ഇത് എപ്പോഴോ കണ്ട സിനിമയാണ്, കുറെ നാളായി സിനിമ കണ്ടു. എന്നാലും ഒന്ന് ശ്രദ്ധിക്കണ്ടേ, കാരണം അതിനകത്തെ പാട്ടുകൾ ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു കൈതപ്പുറം ടച്ചാണ്. ഗിരീഷ് പുത്തഞ്ചേരിക്ക് വേറൊരു സ്റ്റൈലാണ്. ഒന്ന് ആലോചിച്ചിരുന്ന കിട്ടിയേനെ, അപ്പോൾ ഈ 20,000 രൂപ മുഴുവനായിട്ട് കിട്ടിയേനെ. അപ്പോ അമ്പിളി, ശീതളുണ്ടല്ലോ ഒരു പുലിയാണ്. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. 20,000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. വെരി ഗുഡ്, ഗ്രേറ്റ്. എന്റെ ദൈവമേ, ഇത് പറഞ്ഞിട്ട് പൊട്ടിച്ചാ മതിയായിരുന്നു, പുറത്ത് വരത്തില്ലേ. പ്രത്യേകിച്ച് വളരെ ക്ലോസ് ഷോട്ടില് ആ എക്സ്പ്രഷൻ ക്ലീൻ ആയിട്ട് കാണും. എന്റെ കൃഷ്ണ, സന്തോഷം രണ്ടുപേരും വന്നതിൽ. എന്തായാലും സീരിയൽ വീണ്ടും ഒരുപാട് ദിവസം മുമ്പോട്ട് പോട്ടെ, സിനിമയിൽ വരട്ടെ, ടൊവിനോയുടെ നായികയാവട്ടെ, മോഹൻലാലിനെ കാണാനുള്ള അവസരം ഉണ്ടാകട്ടെ, അതുപോലെ തന്നെ നല്ലൊരു വിവാഹ ജീവിതവും ഉണ്ടാകട്ടെ. എല്ലാത്തിനും വേണ്ടി ഞാൻ കൃഷ്ണനോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്.